അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഏറ്റവും ഗൗരവപ്പെട്ട കാര്യം, എല്ലാ അടിസ്ഥാനങ്ങളുടെയും അടിസ്ഥാനമെന്ന് പറയുന്നത് ഈമാനാണ്. ഈമാനില്ലാതെ അള്ളാഹു ഒരാളിൽ നിന്നും അമലുകൾ സ്വീകരിക്കുകയില്ല. സൂറത്തുൽ അസ്റിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു. കാലം തന്നെയാണ് സത്യം, മനുഷ്യർ നഷ്ടത്തിലാണ്. ആ നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ നിബന്ധന എന്താണ്? ഇല്ലല്ലദീന ആമനു, മുഅ്മിനാവുക എന്നതാണ്. സൂറത്തുൽ ബഖറ നിങ്ങൾ എടുത്തു നോക്കൂ. ആവർത്തിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ഈമാനു വൽ അമലു സ്സാലിഹ്, വിശ്വാസവും സൽക്കർമ്മവും പ്രവർത്തിക്കേണ്ട, വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യേണ്ട പ്രാധാന്യം അള്ളാഹു ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയത് കാണാം. ശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നഹ്ലിൽ 97-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, മൻ അമില സാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ. ആരെങ്കിലും മൻ അമില സാലിഹൻ, സാലിഹായ ഒരു സൽക്കർമ്മം പ്രവർത്തിച്ചാൽ, മിൻ ദക്കറിൻ ഔ ഉൻസ, പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ, ഒരു നിബന്ധനയുണ്ട്, വഹുവ മുഅ്മിൻ, മുഅ്മിനായിരിക്കണം, അവൻ ഈമാൻ ഉള്ളവനായിരിക്കണം. ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ, അങ്ങനെയുള്ളവർക്ക് നാം തയ്യിബത്തായ പരിശുദ്ധമായൊരു ജീവിതം നാം അവന് നൽകുന്നതാണ്. വലനജ്സിയന്നഹും അജ്റഹും ബി അഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിനുള്ള പ്രതിഫലം ഏറ്റവും നല്ല രൂപത്തിൽ നാം അവർക്ക് നൽകുന്നതാണ്. നോക്കൂ, എന്താണ് അമലു സാലിഹാത്തുകൾ സ്വീകരിക്കാനുള്ള നിബന്ധന? വഹുവ മുഅ്മിൻ, മുഅ്മിനായിരിക്കണം. ശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞു, വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹ വഹുവ മുഅ്മിൻ. ആരെങ്കിലും പരലോകം ഉദ്ദേശിച്ചാൽ, അതിനുവേണ്ടി പ്രവർത്തിച്ചാൽ ഒരു നിബന്ധനയുണ്ട്, അതെന്താണ്? വഹുവ മുഅ്മിൻ, മുഅ്മിനായിരിക്കണം. ഫഉലൈക കാന സഅയുഹും മഷ്കൂറ, അവരുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതാണ്. അല്ലാഹു വിശുദ്ധ ഖുർആൻ സൂറത്തു ത്വാഹയിൽ പറയുന്നു, വമൻ യഅതിഹി മുഅ്മിനൻ ഖദ് അമില സ്സാലിഹാത്തി ഫഉലൈക ലഹുമുദ് ദറജാത്തുൽ ഉലാ. ആരെങ്കിലും അല്ലാഹുവിൻ്റെ അരികിൽ മുഅ്മിനായി വന്നെത്തിയാൽ, അവൻ അമലു സാലിഹാത്തുകൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഉന്നതമായ പദവികൾ സ്വർഗത്തിൽ അവന് ലഭിക്കുന്നതാണ്. നോക്കൂ, എല്ലായിടത്തും ഈമാൻ അമലുകൾ സ്വീകരിക്കാനുള്ള ഒന്നാമത്തെ നിബന്ധനയായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ഈമാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലയിടത്തും വിശദീകരിച്ചു തന്നതുപോലെ 6 അടിത്തറകൾക്ക് മുകളിലാണ്. ഈമാൻ കാര്യങ്ങൾ എന്ന് നമ്മൾ ചെറുപ്പം മുതൽ പഠിക്കുന്ന 6 കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു സൂറത്തുൽ ബഖറയിൽ, ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്. നിങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ മുഖം തിരിക്കുക എന്നതിലല്ല പുണ്യമുള്ളത്. പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമില്ലാതെ നിങ്ങൾ എങ്ങോട്ട് മുഖം തിരിച്ചിട്ടും കാര്യമില്ല. വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വമലായികതിഹി വകുതുബിഹി വന്നബിയ്യീൻ വആതൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബ വൽയതാമ വൽമസാക്കീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, നിങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ മുഖം തിരിക്കുന്നതിലല്ല പുണ്യം, മറിച്ച് പുണ്യം എന്നാൽ എന്താണ്? മൻ ആമന ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കലാണ്, വൽ യൗമിൽ ആഖിർ, പരലോകത്തിൽ വിശ്വസിക്കലാണ്, വമലായികതിഹി വകുതുബിഹി വന്നബിയ്യീൻ, അല്ലാഹുവിൻ്റെ മലക്കുകളിൽ, അവൻ്റെ വേദഗ്രന്ഥങ്ങളിൽ, നബിമാരിൽ വിശ്വസിക്കലാണ്. ഹദീസു ജിബ്രീൽ എന്ന പേരിൽ പ്രസിദ്ധമായ ഹദീസ് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്കിടയിലിരിക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച, കറുത്ത മുടിയിഴകളുള്ള, യാത്രയുടെ ഒരു അടയാളവുമില്ലാത്ത, എന്നാൽ മദീനയിലെ സഹാബികൾക്ക് ആർക്കും പരിചയമില്ലാത്ത ഒരു മനുഷ്യൻ അങ്ങോട്ട് കയറി വന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിരുന്നു. എന്നിട്ട് അവിടുത്തോട് ചോദിച്ചു, മുഹമ്മദ് അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അൽ ഇസ്ലാമു അൻ തശ്ഹദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ് വ തുഖീമ അസ്സലാ വ തുഅ്തിയ അസ്സകാ വ തസൂമ റമദാൻ വ തഹുജ്ജൽ ബൈത്ത് ഇൻ ഇസ്തതഅത ഇലൈഹി സബീല.
ഇസ്ലാം എന്ന് പറഞ്ഞാൽ 5 കാര്യങ്ങളാണ്. ഇതെല്ലാം ഷഹാദത്ത് കലിമ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, തുഖീമ സ്സലാ, നിസ്കാരം നേരെ നിലനിർത്തലാണ്, തുഅ്തിയ സക്കാ, സക്കാത്ത് നൽകലാണ്, വസൂമ റമദാൻ, റമദാൻ മാസത്തിൽ നോമ്പെടുക്കലാണ്, തഹുജ്ജൽ ബൈത്ത്, സാധിക്കുമെങ്കിൽ മക്കയിലുള്ള കഅബ അവിടേക്ക് ഹജ്ജ് നിർവഹിക്കുന്നതിന് വേണ്ടി യാത്ര ചെയ്യലാണ്. ഈ ചോദ്യകർത്താവ് പറഞ്ഞു സദഖ്ത്, പറഞ്ഞത് ശരിയാണ്. അഖ്ബർനി അനിൽ ഈമാൻ, എനിക്ക് ഈമാനിനെ കുറിച്ച് പറഞ്ഞു നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസുലിഹി വൽ യൗമിൽ ആഖിർ വൽ ഖദരി ഖൈരിഹി വ ശർരിഹി. ഈമാൻ എന്നാൽ നീ അല്ലാഹുവിൽ വിശ്വസിക്കലാണ്, മലക്കുകളിൽ വിശ്വസിക്കലാണ്, നബിമാരിൽ വിശ്വസിക്കലാണ്, കിതാബുകളിൽ വിശ്വസിക്കലാണ്, നബിമാരിൽ വിശ്വസിക്കലാണ്, അന്ത്യനാളിൽ വിശ്വസിക്കലാണ്, അള്ളാഹുവിൻ്റെ വിധിയിലും അതിൻ്റെ നന്മയിലും തിന്മയിലും വിശ്വസിക്കലാണ്. ഈ 6 കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ വിവരിച്ചു തന്നിരിക്കുന്നു. 6 കാര്യങ്ങൾ. ഇതാണ് ഈമാനിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. ഒരാൾ മുഅ്മിനാകണമെങ്കിൽ, അല്ലെങ്കിൽ ദീനിലെ വിശ്വാസ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എന്തൊരു കാര്യം എടുത്തു നോക്കിയാലും ഈ 6 കാര്യങ്ങളുമായി അതിന് ബന്ധമുണ്ടായിരിക്കും. ഈ 6 കാര്യങ്ങളുമായി